പഞ്ചപാണ്ഡവരുടെയും ദ്രുപദകന്യകയുടെയും എല്ലാ ദുരിതകാലത്തും അവർക്കൊപ്പം സദാ നിലകൊണ്ട ഒരേയൊരു വ്യക്തിയാകുന്നു ശ്രീകൃഷ്ണൻ. കുരുക്ഷേത്രത്തിൻ്റെ വിജയം താങ്കൾക്ക് സദാ ഉണ്ടാകാൻ കാരകൻ ശ്രീകൃഷ്ണൻ മാത്രമാകുന്നു. അതേ കാരണത്താൽ തന്നെ ഗാന്ധാരിയിൽ നിന്നും ഭഗവാന് ശാപം ലഭിച്ചതും ആ ശാപത്തിൽ എന്നോളം യുദ്ധം കഴിഞ്ഞ് 36 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ തങ്ങളുടെ ശ്രീകൃഷ്ണൻ ഇഹലോകവാസം വെടിഞ്ഞു. ആ കാര്യം പഞ്ചപാണ്ഡവരും തങ്ങളുടെ ധർമ്മപത്നിയും ശ്രീകൃഷ്ണന് സുഭദ്ര എന്നോളം പ്രിയയായിരുന്ന പാഞ്ചാലിയും ഒരു നടുക്കത്തോടെ അറിഞ്ഞു. ശ്രീകൃഷ്ണ സാരഥിയായ ദാരുകൻ നിമിത്തം അങ്ങനെ ആ വാർത്തയറിഞ്ഞു. പാതി മരിച്ച അവസ്ഥയിൽ കണ്ണൻ്റെ പ്രിയ അർജുനൻ ദ്വാരകാപുരിയിലേക്ക് പുറപ്പെട്ടു. ശ്രീകൃഷ്ണൻ മരിക്കും മുൻപ് ദ്വാരകാപുരി കടലിൽ മുങ്ങുമെന്നും അത് സംഭവിക്കരുത് എന്നും പ്രിയ അർജുന, നമ്മുടെ പ്രജകളെ നാം നിന്നിലേൽപ്പിക്കുന്നു, അവരെ രക്ഷിക്കുക എന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാകുന്നു എന്നും ദാരുകനോട് പറഞ്ഞ് ഏൽപ്പിച്ച ശേഷം ശ്രീകൃഷ്ണ പരമാത്മാവ് ഇഹലോകവാസം വെടിഞ്ഞത്, അല്ലെങ്കിൽ അവതാരം പൂർത്തിയാക്കിയത്. തൻ്റെ പ്രിയങ്കരനിൽ പ്രിയങ്കരനാകുന്ന വാസുദേവന്റെ വാക്കുകൾ അർജുനൻ ശിരസ വഹിച്ചു. അങ്ങനെ നിറകണ്ണുകളോടെ മഥുരയിലെത്തിയ അർജുനൻ ആദ്യം കണ്ടത് ശ്രീകൃഷ്ണ പിതാവായ വസുദേവരെയാകുന്നു. അദ്ദേഹം അർജുനനെ കണ്ട മാത്രയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർജുനനെ ആലിംഗനം ചെയ്തു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ തൻ്റെ കണ്ണൻ്റെ ജനനം മുതലുള്ള അവൻ്റെ ജീവിതഗാഥയായിരുന്നു. അദ്ദേഹത്തെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ അർജുനൻ നിന്നു. എങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് അർജുനൻ വസുദേവരെ ആശ്വസിപ്പിച്ചു. പിന്നീട് അർജുനന് കാണാനായത് ദ്വാരകാനിവാസികളായ വിലപിക്കുന്ന സ്ത്രീജനങ്ങളെ ആയിരുന്നു. അതിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പത്നിമാരും ഉണ്ടായിരുന്നു. അവർ ഏവരോടുമായി കാന്തേയൻ വൃഷ്ണി അന്തക ജനങ്ങളെയും കൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ നിങ്ങളുടെ രാജാവ് അനിരുദ്ധപുത്രനായ വജ്രനായിരിക്കും. ഇന്നേക്ക് 7-ാം നാൾ സൂര്യൻ ഉദിക്കുമ്പോൾ ഈ ദ്വാരകാപുരി സമുദ്രം വിഴുങ്ങുന്നതായിരിക്കും. അതിനാൽ തന്നെ എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പലായനം ചെയ്യണം. അങ്ങനെയുള്ള തീരുമാനം ഏവരെയും അറിയിച്ച ശേഷം ആ ശ്രീകൃഷ്ണ തോഴൻ അന്ന് രാത്രി അവിടെ കഴിഞ്ഞു. പിറ്റേന്ന് അർക്കൻ ഉണർന്നപ്പോഴേക്കും ദാരുകനെയും അർജുനനെയും ഏവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു ദിനമായിരുന്നു അത്. എന്തെന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിന് ജന്മം നൽകിയ ആ പുണ്യജന്മം വസുദേവ പിതാവ് തൻ്റെ യോഗബലത്താൽ ജന്മം പൂർത്തിയാക്കിയിരിക്കുന്നു. ശേഷം വിധിപ്രകാരം ആ ശരീരം സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ചിതയിൽ തൻ്റെ അർത്ഥാഗ്നിമാരാകുന്ന രോഹിണി, മന്ദിര, ഭദ്ര, ദേവകി ദേവി എന്നിവർ എരിഞ്ഞടങ്ങി സ്വർഗം പൂകി. പിന്നീട് അധികം ശ്രമപ്പെട്ടുകൊണ്ട് കുറേ സമയത്തെ തിരച്ചിലിനൊടുവിൽ അർജുനനും ദാരുകനും ശ്രീ ബലരാമൻ്റെ മൃതദേഹം ഒരു വൃക്ഷച്ചുവട്ടിൽ നിന്നും കണ്ടെടുത്തു. പിന്നീട് അധികം വിളംബമില്ലാതെ തന്നെ ശ്രീകൃഷ്ണൻ്റെ ശരീരവും അദ്ദേഹം ദർശിച്ചു. ആ കാഴ്ച കണ്ട മാത്രയിൽ അർജുനന് തന്നെ നിയന്ത്രിക്കാൻ ആയിരുന്നില്ല. ഒരു പാതി മോഹാലസ്യത്തിൽ ആയിപ്പോയി അദ്ദേഹം. പിന്നീട് ആ പരമാത്മാവിൻ്റെ പ്രേരണയാൽ തന്നെയാകണം അതിൽ നിന്ന് എങ്ങനെയോ മോചിതനായി പിന്നീട് ആ വിശിഷ്ടദേഹങ്ങൾ ദ്വാരകയിൽ എത്തിച്ചു. തുടർന്ന് അർജുനൻ പ്രഭാസ തീരത്തിലെത്തി മരണപ്പെട്ട യദുക്കൾക്ക് ശേഷക്രിയ നിർവഹിച്ചു. തുടർന്ന് രാമകൃഷ്ണന്മാരുടെ ശരീരങ്ങൾ ദഹിപ്പിക്കുകയും ചെയ്തു. ബലരാമ പത്നിയായ രേവതി ദേവി അദ്ദേഹത്തിൻ്റെ ചിതയിൽ എരിഞ്ഞമർന്നു. രുക്മിണി ദേവിയാകട്ടെ ശ്രീകൃഷ്ണനോടൊപ്പം ദേഹത്തെ ചിതയിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്മി ദേവി അങ്ങ് വൈകുണ്ഠത്തിലേക്ക് ഗമിച്ചു.
മറ്റു ശ്രീകൃഷ്ണന്റെ പ്രധാന പത്നിമാരും മറ്റു ഭാര്യമാരായ 16,000 പേരും അർജുനനോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി. ശ്രീകൃഷ്ണ പൗത്രനായ അനിരുദ്ധന്റെ പുത്രൻ വജ്രനെ മുന്നിലാക്കി യാദവർ മഹാധനങ്ങൾ നിറഞ്ഞ ഭാണ്ഡങ്ങളുമേന്തി യാത്ര ചെയ്തു. അപ്പോഴേക്കും ദ്വാരകാപുരിയുടെ സിംഹഭാഗവും കടലെടുക്കുന്നത് കണ്ട് ഏവരും ആശ്ചര്യചിത്തരായി. അങ്ങനെ ആ ജനസമൂഹം വിശാലമായ പഞ്ചനദ പ്രദേശത്തെത്തി. മൃഗങ്ങളെയും മറ്റും സ്വതന്ത്രരാക്കി. മഹാധനങ്ങൾ നിറഞ്ഞ ഭാണ്ഡക്കെട്ടുകളെല്ലാം ഇറക്കി വെച്ചു. അവർ ആ സുന്ദരമായ പ്രദേശത്ത് വിശ്രമിച്ചു. എന്നാൽ ആ പ്രദേശത്ത് താമസിക്കുന്ന നീചമായ ഇടയ സമൂഹത്തിലെ ദസ്രുക്കൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുളവടിയുമായി സുന്ദരിമാരായ സ്ത്രീകളെ കണ്ടതും അവരുടെ ആഭരണങ്ങളും മറ്റും കവരുവാൻ അവർ ചാടി വീണു. എന്നാൽ അർജുനൻ അവരെ നേരിടുവാൻ ഗാണ്ഡീവം എടുത്തു. കുലയ്ക്കാനൊരുങ്ങവേ അത് സാധിക്കാതെ വരുന്നു. അർജുനന് മനസ്സിലായി തനിക്ക് തൻ്റെ പഴയ വീര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. അതിന് കാരണം തൻ്റെ ശക്തി കേന്ദ്രം ഇവിടെ നിന്നും യാത്രയായി കഴിഞ്ഞുവല്ലോ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സ്ത്രീകളെയും ധനത്തെയും കവരുന്ന ദസ്രുക്കളെ തുരത്തുവാൻ തേരും ആനയും കുതിരകളുമുള്ള യാദവ യോദ്ധാക്കൾക്കും ഒട്ടും തന്നെ സാധിച്ചതുമില്ല. ആ തസ്കരന്മാർ സ്ത്രീകളെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് യാദവ യോദ്ധാക്കൾ കണ്ടു നിന്നു. അർജുനൻ തന്നിലെ സകല കഴിവും ഉപയോഗിച്ച് സ്ത്രീകളെ രക്ഷിക്കാനായി ഒരു അവസാന ശ്രമം നടത്തി. എങ്കിലും അതിനായി അദ്ദേഹത്തിന് അത്യധികം കിണഞ്ഞ് പരിശ്രമിക്കേണ്ടതായി വന്നു. ഗാണ്ഡീവത്തിൽ നിന്നും അസ്ത്രങ്ങൾ പായിച്ചു. കുറെ ദസ്രുക്കളെ കൊന്നു വീഴ്ത്തി. അങ്ങനെ അപഹരിച്ച സ്ത്രീകളിൽ ശ്രീകൃഷ്ണന്റെ പത്നിമാരായ 16,000 പേരിൽ ചിലരും ഉണ്ടായിരുന്നു. ഇനി താൻ പൊരുതുന്നില്ലെന്നുറച്ചുകൊണ്ട് ശേഷമുള്ള സ്ത്രീകളെയും യാദവരെയും കൊണ്ട് അർജുനൻ യാത്ര തുടർന്നു. ഭോജനാരികളെ മാർത്തികാവർത്തത്തിലാക്കി. കൃതാമാവിൻ്റെ പുത്രനെ അവിടുത്തെ രാജാവാക്കി. അനാഥകളെയും ബാലകരെയും വൃദ്ധരെയും ഇന്ദ്രപ്രസ്ഥത്തിലാക്കിയിട്ട് വജ്രൻ യാദവരുടെ രാജാവായി. സരസ്വതി തീരത്ത് സ്വാതികയുടെ പുത്രന് അധികാരം നൽകി. ആ സമയം ഹൈമവതി, ഗാന്ധാരപുത്രി, ശൈബ്യ, ജാമ്പവതി എന്നീ കൃഷ്ണപത്നിമാർ അഗ്നിയിൽ ശരീരങ്ങൾ ഹോമിച്ചു വൈകുണ്ഠം പ്രാപ്തമാക്കി. സത്യഭാമയും മറ്റ് 2 പത്നിമാരും തപസ്സിനായി കാനനം സ്വീകരിച്ചു. അങ്ങനെ അവസാനം അർജുനൻ വ്യാസമഹർഷിയുടെ പക്കൽ ചെല്ലുകയും തനിക്കുണ്ടായ അനുഭവങ്ങൾ, തനിക്കുണ്ടായ തോൽവി എന്നിവയെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴേക്കും ഭഗവാൻ വ്യാസൻ തങ്ങളുടെ ജീവിത പൂർത്തീകരണ കാലം ആഗതമായിരിക്കുന്നു. അതിനാൽ തന്നെ നിങ്ങൾ പാഞ്ചാലിയോടുകൂടി പ്രസ്ഥാനത്തിന് പുറപ്പെടുക എന്ന് അരുളി. അതുപ്രകാരം പഞ്ചപാണ്ഡവരും ധർമ്മപത്നിയായ പാഞ്ചാലിയും പ്രസ്ഥാനത്തിന് പുറപ്പെട്ടു. അങ്ങനെ അവരുടെ അവതാരം പൂർത്തീകരിച്ചു.
ആശ്വസിപ്പിച്ചു.